ഇല്ലെങ്കിലും ആരും കാണാനില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, ആരുമില്ലാത്തപ്പോൾ അവന്റെ നമസ്കാരം സാഹൂനാണ്, ആരെങ്കിലും വന്നാലോ യുറാഊനാണ് എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്തപ്പോൾ അശ്രദ്ധമായി ഒന്നെങ്കിൽ നിസ്കരിക്കില്ല, ഇല്ലെങ്കിൽ തോന്നുമ്പോൾ നിസ്കരിക്കും. ഇനി അഥവാ നിസ്കരിച്ചാൽ തന്നെ അശ്രദ്ധമായിട്ട് കാട്ടിക്കൂട്ടുന്ന നമസ്കാരക്കാരൻ. അല്ലദീനഹും യുറാഊൻ, ഇനി ആരെങ്കിലും ഉണ്ടെങ്കിലോ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നമസ്കാരം, പ്രകടനപരത. അവരാണ് വൈലെന്ന നരകവും സർവനാശവും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു. അവര് മാത്രമല്ല, ഖുർആനിന്റെ ഗൗരവം, ഖുർആനിന്റെ വാക്കുകളുടെ ഗൗരവം നമ്മൾ പഠിക്കണം. പരോപകാര സാധനങ്ങൾ തടയുന്നവരും നരകമുണ്ട്. നിസ്കാരം അശ്രദ്ധമായി നിസ്കരിക്കുന്നവരെയും നമസ്കരിക്കുന്നവരെയും അല്ലാഹു പരിചയപ്പെടുത്തിയിട്ട് തൊട്ടുടനെ പറയുന്നു, ഒരു ബക്കറ്റ് കൊടുക്കാത്തവൻ, ഒരു തൊട്ടി കൊടുക്കാത്തവൻ, ഒരു പേന ഓഫീസിലാണ് നിൽക്കുന്നത്, ഒരു സൈൻ ചെയ്ത് കൊടുത്താൽ അവൻ എന്തെങ്കിലും ആനുകൂല്യം കിട്ടും, അല്ലെങ്കിൽ അവൻ പല പേപ്പർ ശരിയാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപ്പോയിന്റ്മെന്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു സൈൻ ചെയ്യണം. നമ്മുടെ കയ്യിൽ പേനയുണ്ട്, ഒന്ന് ചോദിച്ചു, പേന ഖുർആനാണ്. ഇതില് ബഹുമാനപ്പെട്ട സയ്യിദ് ഇരിപ്പുണ്ട്, ബഹുമാനപ്പെട്ട സറഫുദ്ദീൻ ഉസ്താദ് മഴയുടെ സതീർത്ഥ്യനാണ്, വലിയ വലിയ പണ്ഡിതന്മാർ ഇരിപ്പുണ്ട്. അവർക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവർ തിരുത്തും. വിശുദ്ധ ഖുർആൻ നസ്സായി പറഞ്ഞ കാര്യമാണ്. തഫ്സീറിനെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം, നിസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരും ആളുകളെ കാണിക്കാൻ നിസ്കരിക്കുന്നവരും പ്രതിഫലം കിട്ടില്ല, അവന് നാശം തന്നെയാണ്, സംശയമില്ല. പക്ഷേ അതോട് ചേർത്ത് പറഞ്ഞു, ഒന്ന് പേന ഒന്നും കൊണ്ട് തരൂ, ഒന്ന് ഒപ്പിട്ടോട്ടെ എന്ന് ചോദിക്കുമ്പോ ആ ഒപ്പൊന്നിടാൻ വേണ്ടിയിട്ട് പേന കൊടുക്കാതെ തടഞ്ഞു വെക്കുന്നവർ നരകമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. ഇതിന്റെ തഫ്സീറുകളിൽ കാണാം, സൂചി, ഒരു ബട്ടൺസ്, ഒരു സ്പൂണ്, എന്തെങ്കിലും അത്യാവശ്യമായ ചില കാര്യങ്ങൾ ഒരാൾ ചോദിക്കുമ്പോ അത് കൊടുക്കാതിരിക്കുന്നവർ നരകമാണെന്ന് ദൈനംദിനം നമ്മൾ ഓതുന്ന പരിശുദ്ധമായ ഖുർആൻ, സൂറത്തുൽ മാഊൻ, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്, സമ്മതിക്കുകയാണ്. പരോപകാര സാധനങ്ങൾ തടഞ്ഞു വെക്കുന്നവർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാങ്ങാൻ എല്ലാവർക്കും കഴിയും, കൊടുക്കാനാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. കൊടുക്കാനൊരു മനസ്സ്, അത് അല്ലാഹു ഉദ്ദേശിച്ചവർക്കേ കൊടുക്കുള്ളൂ. വാങ്ങുന്നത് എല്ലാവർക്കും കിട്ടും. ഞാൻ എവിടെയോ വായിച്ചത് ഓർക്കുന്നു, ഒരു വലിയ മഹാനായ ഇമാം പറയുന്നത്, നൂഹ് നബിക്ക് കൊടുത്തത് ആർക്കും വേണ്ട,